ടൗണിലെ സ്കൂളിൽ ജോലി കിട്ടിയെന്ന് അറിഞ്ഞിട്ടും ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ എന്താ നിൽക്കുന്നത്? അവളെങ്ങനെ സന്തോഷിക്കും? അതിന് നല്ല മനസ്സ് വേണം. പറഞ്ഞത് കേട്ടില്ലേ, ഗോപിക ചുറ്റി നടക്കുക. ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈം ജോലിക്ക് പോവുക അവള്. വന്നാൽ കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കൂ. നിന്റെ മോളെ പോലെയല്ല, അവൾക്ക് അനുസരണയുണ്ട്. എന്തിനാ മുത്തശ്ശ അവളെ വെറുതെ കുറ്റം പറയുന്നത്? അവൾക്ക് അനുസരണയൊക്കെ ഉണ്ട്. നോക്കിക്കോ, അവൾക്കായിരിക്കും ആദ്യം നല്ല ജോലി കിട്ടാൻ പോകുന്നത്. അല്ല ആന്റി, എനിക്ക് ജോലി ശരിയായിന്ന് പറഞ്ഞിട്ട് നല്ലൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്താ ആന്റിക്ക് ഇഷ്ടായില്ലേ? അതുകൊള്ളാം. നിനക്ക് ജോലി കിട്ടിയതിന് ഞാനും നിന്നെ സന്തോഷിക്കുന്നു. എന്നെ മക്കളെ ഇവിടെ വിട്ടിട്ട് നീയും നിന്റെ അനുജത്തെയും കൂടി നാട് വിട്ട് പോവല്ലേ? ഒന്നാമത് എന്നോടും പിള്ളാരോടും ഒരു അനുവാദം പോലും ചോദിക്കാതെ ഉള്ള ഈ വീടും കൂടി വിറ്റ് കളഞ്ഞില്ലേ? നിനക്ക് ജോലിയെന്നും കൂലിയെന്നും പറഞ്ഞ് ഞങ്ങളെ കളഞ്ഞിട്ടങ്ങ് പോവാം. എനിക്കും കൂടി അവകാശം ഉണ്ടായിരുന്ന വീടായി ഇത്. വിൽക്കുമ്പോ ഒരു വാക്ക് എന്നോട് ചോദിച്ചായിരുന്നോ നീ? അച്ഛനോടും കൂടി ഞാൻ ചോദിക്കുന്നേ. ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് സന്തോഷിക്കാൻ പോവാണോ? അതെന്ത് വർത്തമാനാ സുലോചനെ? ഈ വീട്ടിൽ നിനക്ക് എന്ത് അവകാശമുള്ളൂ? മോഹനൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായത്. കഷ്ടകാലത്തിന് അത് പൂർത്തിയാക്കി കയറിക്കിടക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. ബാക്കിയെല്ലാം ചെയ്തത് ശ്രീകല ഇവളും കൂടിയില്ലേ? നിന്നെ മോളെ ഇത്രയും കാലം ഒരു കുറവും വരാൻ നോക്കിയതാണോ കുറ്റം? പിന്നെ മോഹന് കൊടുത്തതുപോലെ അതിനേക്കാളും കൂടുതൽ ഒന്ന് നിനക്കല്ലേ? എല്ലാം വെറ്റു തെളിച്ചിട്ട് വല്ലവരുടെ അധ്വാനത്തിന് കണക്ക് പറയുന്നു. കണ്ടോ, ഉടനെ അച്ഛന്റെ മറുപടി കേട്ടില്ലേ? ഇതാ ഞാൻ എപ്പോഴും പറയുന്നേ, ഞാനും മക്കളും നിങ്ങൾക്കൊക്കെ വകയില്ലാത്തവരും ഗതിയില്ലാത്തവരും തന്നെയാ. അയ്യോ, അവകാശമല്ല. നിങ്ങളൊക്കെ കൂടി കെട്ടിപ്പെറുക്കി ഇവിടുന്ന് പോയാ ഞാനും എന്റെ മോളും പെരുവഴിയിലാവൂലേ? അതാ കേറി കിടക്കാനുള്ള അവകാശമൊന്നും ഞാൻ പറഞ്ഞത്, അല്ലാതെ സ്വത്തിന്റെ കണക്കൊന്നും അല്ല. എന്താ ആന്റി ഇങ്ങനൊക്കെ പറയുന്നത്? അമ്മയും ആന്റി എനിക്ക് രണ്ടാണോ? അമ്മയും ആന്റി എനിക്ക് ഒരുപോലെയാ. അഞ്ജിത എന്റെ അനിയത്തിയല്ലേ? ഞങ്ങള് 3 പെൺകുട്ടികൾക്കും ആകെയുള്ള ആങ്ങളെയല്ലേ അനീഷേട്ടൻ? ആ പിന്നെ അനീഷേട്ടനോട് ജോലിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടൗണിൽ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാന്ന് ഏട്ടൻ സമ്മതിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും കൂടി പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അമ്മയുടെ സ്ഥാനത്താ എനിക്ക് ആന്റി. ആന്റിയെ മക്കളെ മറന്ന് ഞാൻ ചിന്തിക്കൂ ആന്റി. ഇപ്പൊ എന്ത് പറയുന്നടി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആര് മറന്നാലും ദൈവമോൾ അങ്ങനെ ചെയ്യില്ലെന്ന്. ഇവളാ പറഞ്ഞത് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോകുന്നു. എന്താ അഞ്ജിത നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവുമോ? എനിക്കതിന് കഴിയോ? എന്തായാലും ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി മുത്തശ്ശ. തിരുവനന്തപുരത്ത് എത്തിയിട്ട് വേണം കളി തുടങ്ങാൻ. ശരിയാക്കി തരാടി നിന്നെയൊക്കെ. അവളും അവളുടെ അനിയത്തിയും അങ്ങ് ദുബായി കിടക്കുന്ന അവളുടെ തള്ളയും വാലില് തീ പിടിച്ച പോലെ ഓടും. ആ ഓട്ടം ജീവിതകാലം മുഴുവനും ഞാൻ ഓടിച്ചോണ്ടേയിരിക്കും. ഓരോ പണികളും തീരുമ്പോ പുതിയ പണികളും ഞാൻ വെച്ചു കൊടുത്തോണ്ടേയിരിക്കും. അവളുടെ ഒരു ജോലി അത് ഞാൻ തെറിപ്പിക്കും. അങ്ങനെ ഇപ്പൊ നീ ഉദ്യോഗക്കാരി ആവണ്ടടി. എന്റെ മോള് മാത്രം നന്നായിട്ട് ജീവിച്ചാ മതി. പെരുമാക്ക് പറഞ്ഞ പോരാ, ചെയ്ത് കാണിക്കണം. അതാണ് മിടുക്ക്. ഞങ്ങള് ഈ നാടും വീടും ഒക്കെ വിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. ചേച്ചിക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടി.
നമുക്ക് തമ്മിൽ ഇനി കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. തിരുവനന്തപുരത്തോട്ടല്ലേ? എടോ, ഞാൻ സ്ഥിരതാമസം അവിടെയല്ലേ? അവിടെയല്ല ഞങ്ങളുടെ ബിസിനസ്സും വീടും ഒക്കെ. ഇവിടെ ഏട്ടന്റെ അസുഖമായിട്ട് വൈദ്യമഠത്തിൽ ട്രീറ്റ്മെന്റിന് വന്നതല്ലേ ഞങ്ങള്. ഇവിടെ സ്വന്തമായിട്ട് ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെയല്ലേ ഞങ്ങളുടെ വീടും ലൈഫും ഒക്കെ. എന്തായാലും തിരുവനന്തപുരത്തേക്ക് എന്റെ വീട്ടിലേക്ക് വന്നു കയറേണ്ട ആളല്ലേ താൻ. ഇതിപ്പോ കുറച്ച് നേരത്തെ വന്നൊന്ന് കൂട്ടിയാൽ മതി. അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ കൂടുതൽ ചാൻസ് ഉണ്ട്. തന്റെ ചേച്ചിക്ക് ഇവിടെ ഏതോ സ്കൂളിലായിരുന്നില്ലേ? പിന്നെന്തു പറ്റി? ഞാൻ എൻ്റെ സിറ്റുവേഷൻസ് ഒന്നും ഋഷിയോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ചേച്ചിയുടെ ജോലി നഷ്ടപ്പെട്ടു. തെളിച്ചു പറഞ്ഞ വീട് പോലും വിൽക്കേണ്ട ഒരവസ്ഥയായി. വീട് വെച്ച് കുറെ കടമുണ്ടായിരുന്നതൊക്കെ വീട്ടാൻ സാധിച്ചു. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലം, അച്ഛൻ ആശിച്ചു വെച്ച വീട് എല്ലാം പോയി. ഭാഗ്യത്തിന് ട്രിവാൻഡ്രത്തൊരു സ്കൂളില് വേക്കൻസി ഉണ്ടെന്ന് കണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റും കിട്ടി. ഉടനെ ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പെറുക്കി പോകണം. എന്റെ പാർട്ട് ടൈം ജോബും ഇതോടെ അവസാനിച്ചു എന്നും പറയാം. അവിടെ ഏത് സ്കൂളിലാന്നാ പറഞ്ഞേ? ശാരദാദേവി UP സ്കൂൾ. റിയലി? ഓ, വാട്ട് എ കോയിൻസിഡൻസ്. എടോ, ശാരദാദേവി മെമ്മോറിയൽ സ്കൂളല്ലേ? ആരാ അതിന്റെ മാനേജ്മെന്റ് എന്നറിയോ? ഇല്ല. എടോ, അത് ഞങ്ങളുടെ ഫാമിലിയുടെ സ്കൂളാ, SMUPS. ഭാവിയിൽ തന്റെയും കൂടെ അധികാരത്തിൽ വരാൻ പോകുന്ന സ്കൂളിൽ തന്റെ ചേച്ചിക്ക് ജോലി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന്? ആ, ഇനി ഏതായാലും ലേറ്റ് ആക്കണ്ട. നമ്മുടെ കല്യാണത്തെ പറ്റി തന്റെ വീട്ടിൽ അവതരിപ്പിക്കണം. പിന്നെ ഗോപികയ്ക്ക് അവിടെ വീടും ജോലിയും ഒന്നും അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. ഞാനും വീട്ടിൽ സംസാരിക്കാം. സത്യത്തില് വീട് വിറ്റതും ചേച്ചിക്ക് ജോലി നഷ്ടപ്പെട്ടതും ഒക്കെ ഒരു കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട. ഇഷ്ടമില്ലാത്ത ഒരുത്തനുമായിട്ട് പ്രപ്പോസൽ വന്നപ്പോ ചേച്ചി അത് വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഫലമായതല്ല. എനിക്ക് ഏറ്റവും വലുതെന്റെ ചേച്ചിയാ. ചേച്ചിയുടെ വിവാഹം കഴിയാതെ എനിക്ക് കല്യാണക്കാര്യം പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെ ഗോപിക എന്നെ അന്യനായിട്ട് കാണുന്നതുകൊണ്ടുള്ള തോന്നല. തന്റെ ചേച്ചി എന്ന് പറയുമ്പോ അത് എന്റെയും കൂടെ ചേച്ചിയല്ലേ. നമുക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് കെട്ടിക്കാന്നേ. അതോടെ നമ്മുടെ ലൈൻ ക്ലിയർ ആയി കിട്ടും. ഗോഡ് ഈസ് ഗ്രേറ്റ്. നമ്മൾ കണ്ടുമുട്ടി, അടുത്തു. താൻ ഇവിടുന്ന് എന്റെ സ്ഥലത്തേക്ക് തന്നെ താമസിക്കാനെത്തുന്നു. എന്താ അല്ലേ? ചേച്ചിക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ജോലിയും കിട്ടുന്നു. ഈ കണക്ഷൻസ് ഒക്കെ ദൈവത്തിന്റെ പ്ലാൻ അല്ലേ? മുൻകൂട്ടി തീരുമാനിച്ച് നമുക്ക് വേണ്ടി പുള്ളി അങ്ങ് നടപ്പിലാക്കുന്നു അല്ലേ? എന്താ, ശരിയല്ലേ? അല്ലാതെന്താ, ടോട്ടലി പ്രീ പ്ലാൻഡ്. എന്താ രവി സാറേ, നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാതെ? ഞാൻ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് തന്നിരുന്നു, അതൊക്കെ മറന്നുപോയോ? തന്ന പൈസക്ക് കൂടുതൽ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വെറുതെ കുറച്ച് ഫോട്ടോസ് തന്നല്ല ഞാൻ. എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഫോട്ടോഷോപ്പിൽ ശരിക്കും പണിയെടുപ്പിച്ചു. കാശെറിഞ്ഞ് ചെയ്യിച്ചതാ. അതൊക്കെ ശരിയാ. അത് കഴിഞ്ഞ് രവി വിശ്വസിച്ച് ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു. അവരെ തമ്മിൽ തെറ്റിക്കാൻ, നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് നീ എന്താ ചെയ്തേ? അവരെ തമ്മിൽ ഒന്നിപ്പിച്ചു. ആര് പറഞ്ഞു? നീ തന്ന തെളിവ് പറഞ്ഞു തന്നെ ഗോപിക ഋഷിയും തെറ്റിച്ചു. പക്ഷെ അവളത്ര മണ്ടിയൊന്നും അല്ലാത്തതുകൊണ്ട്
ആ ഋഷിയെ വിളിച്ചോണ്ട് വന്ന് എന്നെ നിർത്തി വിചാരണ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഒറ്റിയിട്ട് തടിതപ്പായിരുന്നു. ഞാനത് ചെയ്യാത്താണ് കുഴപ്പം. എടാ ബ്രൂട്ടസേ, നിനക്ക് അവളോട് പ്രേമമല്ലായിരുന്നോ? കാശുകാരൻ വന്നപ്പോ അവൾ അവന്റെ പുറകെ പോയെന്ന് നീയല്ലേ വലിയ ഫീലിങ്ങോട് പറഞ്ഞത്. അതൊക്കെ ശരിയാ. ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കിയില്ല. ഒരേ കമ്പനിയിൽ ഒരുമിച്ച് പരസ്പര വിശ്വാസത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളെ തമ്മി തെറ്റിച്ചത് നീയാ. അതൊക്കെ മനസ്സിലാക്കാനുള്ള മോളെ എനിക്കുണ്ട്. നീ അവളുടെ മറുകിന്റെ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നീ അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തോ നിന്നൊറ്റ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഇനി എൻ്റെ ഒരു ഹെൽപ്പ് നീ പ്രതീക്ഷിക്കണ്ട. എങ്കിലേ ഞാൻ തന്ന പൈസ മര്യാദയ്ക്ക് തിരിച്ചതാ. അല്ലെങ്കിൽ നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ ഗോപികയോട് പറയും. പോയി പറഞ്ഞോ, വേണമെങ്കിൽ ഞാനും കൂട്ടുവരാം. നിന്റെ ഒരു പണിയും ഇവിടെ ചെലവാവില്ല മോളെ. വിട്ടുപിടിക്കാൻ നോക്കൂ. അങ്ങനെ ആഗ്രഹിച്ചതും മോഹിച്ചതും ഒന്നും മറ്റാർക്കും ഈ അഞ്ചത് വിട്ടുകൊടുക്കില്ല. അവരെ തമ്മിൽ ഞാൻ തെറ്റിച്ചിരിക്കും. ഋഷിയെ ഞാൻ സ്വന്തമാക്കും. നീ നോക്കിക്കോ. കുട്ടിക്കാലം മുതല് ഞങ്ങൾ റൈവൽസ്. അവളെ എന്ത് കൊണ്ടുവന്നാലും അത് എന്റെ കസ്റ്റഡിയിലാക്കും. അതിനിപ്പോ ഋഷി ആയാലും. ചെല്ല് ചെല്ല്. നിനക്ക് നല്ലൊരു പണി വരുന്നുണ്ട് എന്റെ വക. നീ കാത്തിരുന്നു. ഇറങ്ങാല്ലേ മുത്തശ്ശ? അനീഷേ, വീട് പൊട്ടി താക്കോലിട്ടേക്ക്. ശരി മുത്തശ്ശ. ഞങ്ങൾ ഇവിടുന്ന് പോവുക. ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട്, അച്ഛൻ്റെ ജീവിതകാലം മുഴുവനുള്ള കഷ്ടപ്പാടിന്റെ ഫലമായിട്ടുള്ള ഈ വീട്, അച്ഛൻ്റെ സ്വപ്നം, അത് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. പോർക്കണം ഞങ്ങളോട്. പോകുന്ന വഴി ഗോപിയുടെ ഓഫീസിൽ താക്കോൽ കൊടുക്കാം. ശരി മുത്തശ്ശ. അല്ല, ഗോപികൻ ദേവികയുടെ മോഹന്റെ അസ്ഥിത്രയുടെ അടുത്തോട്ട്. ഇനി അച്ഛന്റെ ഓർമ്മകള് ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവൂ. അത് ഞങ്ങളുടെയൊക്കെ മരണം വരെ ഉണ്ടാവും. അച്ഛൻ നിങ്ങളെ പോകാൻ മോനെ. അമ്മയെ കൂടെ ഒന്ന് വിളിക്കണം മുത്തശ്ശ. വിളിക്കേ. ഹലോ മോളെ, ഞങ്ങൾ ഇറങ്ങും അമ്മേ. ശരി മോളെ, ഇവിടെയുള്ള എല്ലാ കടങ്ങളും തീർത്തു. ഇനി അമ്മ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അച്ഛൻ മരിച്ച ശേഷം അച്ഛനില്ലാത്ത വിഷമം, അമ്മയുടെ സ്നേഹത്തിലും കരുതലിലും മാറ്റേണ്ട ഞങ്ങൾക്ക് അമ്മയുടെ സാമീപ്യം നഷ്ടമായി. ഇനിയെങ്കിലും ഞങ്ങൾക്ക് അമ്മയെ വേണം. ഇനി അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്ക് അവസാനമായി നമ്മുടെ വീടിന്ന് കാണണം മോളെ. ശരി അമ്മ. ഇറങ്ങാം മോളെ.
പെട്ടെന്ന് വീട് ശരിയാക്കണമെന്ന് ജാനകി മാഡം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. ഇവിടെ വാടക വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എല്ലായിടത്തും ആളുകൾ ഇങ്ങോട്ട് കുടിയേറുകയല്ലേ. 3 ബെഡ്റൂം വേണമെന്ന് പറഞ്ഞതാ പ്രശ്നമായത്. ഒടുവിൽ മാഡം തന്നെ ശരിയാക്കി തന്നതാ ഇത്. ഇവിടുത്തെ പ്രശ്നം വാടകയല്ല, വലിയ ഡെപ്പോസിറ്റാ. ലക്ഷങ്ങളാണ് ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്. അല്ല, ഇതിനെന്ത് വാടക വരും എന്ന് പറഞ്ഞില്ല. എന്ത് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും? അല്ല, വാടക കരാറൊക്കെ എഴുതണ്ടേ? ഒന്നും പറഞ്ഞില്ലേ? അതൊക്കെ മാഡം പറയും. എന്നോട് വീടിന്റെ താക്കോൽ തന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. അച്ഛാ, ആ താക്കോൽ ഇങ്ങ് തന്നേ. എത്ര നേരമായിട്ട് കാറിലിരിക്കുക, എന്റെ നടുവൊടിഞ്ഞു. ഇനി ഇവിടല്ലേ താമസിക്കും? എന്തിനാ ഇത്ര തിടുക്കം? താക്കോലങ്ങ് കൊടുക്കും മുത്തശ്ശ. ആന്റിക്ക് ബാത്റൂമിലൊക്കെ പോണായിരിക്കും. ആ ആ അതെ അതെ, ഇങ്ങ് തന്നേച്ചാ. വാ മോളെ. നല്ല മുറി നോക്കി വേണം എടുക്കാൻ. പിന്നെ വലുത് വേണം. ബാത്റൂമും കൂടി ഉള്ളത് നോക്കണേ. മുത്തശ്ശമ്മ, നമുക്കകത്ത് കയറാം. നമ്മൾ കാരണം അവർക്കും ബുദ്ധിമുട്ടായി കാണും. വാടക പോലും പറയാതെ അവരെ പോയി ഒന്ന് കാണണ്ടേ? ഉടനെ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അവരെന്ത് വിചാരിക്കും? സ്കൂളിൽ വെച്ച് കാണുമ്പോ ചേച്ചി സംസാരിച്ചോളും. അതല്ലേ മുത്തശ്ശ നല്ലത്? വന്ന് കയറും മുമ്പേ അവരുടെ വീട്ടിലേക്കൊക്കെ കയറി ചെന്നത് മോശമല്ലേ മുത്തശ്ശ? അതെ, ജാനകി മാഡം നല്ല സ്ത്രീയാ. നല്ല മനസ്സാ അവരുടേത്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മോളെ, ഏതെങ്കിലും മുറിയിൽ ബാഗ് കൊണ്ട് വെച്ച്. ഫേർണിച്ചറൊക്കെ എത്തുമ്പോ ചിലപ്പോ ഉച്ചയോടാവും. ഇന്നിപ്പോ ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റുമെന്നൊന്നും തോന്നില്ല. ഞാനേ ആ ബ്രോക്കറോട് ഇവിടെ അടുത്ത് കടയുണ്ടോ എന്ന് ചോദിക്കട്ടെ. അയ്യോ, അയാള് ബ്രോക്കറൊന്നുമല്ല, സ്കൂളിലൊരു പ്യൂണാ. അയ്യോ, ഞാൻ ഈ ബാഗ് കൊണ്ട് വെച്ചിട്ട് വരാം. ചേച്ചി, ആ ബാഗ് വേണം. മുത്തശ്ശനൊന്ന് കിടക്കണമായിരിക്കും അല്ലേ? അതൊന്നും വേണ്ട, എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. വാടക വീടായാലും സ്വന്തം വീടായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് ചടങ്ങെന്ന നിലയിൽ പാല് കാച്ചി നടത്താം. അതിനുള്ള പാത്രങ്ങളെ കൊണ്ടുവന്നിട്ടില്ലേ? എന്തായാലും ഒരു കവർ പാലൂടെ വാങ്ങാമായിരുന്നു. പാലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ മേഡം, ഒരു ചായയുടെ വന്നാലെന്ന് കരുതി വാങ്ങിയതാ. ഇവിടെ അടുത്ത് കടയൊക്കെ ഉണ്ടോ? നമ്മളിങ്ങോട്ട് തിരിഞ്ഞില്ലേ, ആ ജംഗ്ഷനിൽ തന്നെ എല്ലാം കിട്ടും. അതെ, ഞങ്ങളുടെ മുറിയിലെ ഫാൻ കറങ്ങുന്നില്ല. വെള്ളത്തിനാണെങ്കിൽ ഫോഴ്സും ഇല്ല. ഇവിടെ കോർപ്പറേഷൻ കണക്ഷൻ ആണോ? ഫാനിന്റെ കാര്യം ഞാൻ നോക്കാം. വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വരാൻ വഴിയില്ല. മുകളിൽ ടാങ്കുള്ളതാ. രാത്രി വെള്ളം വന്ന് നിറഞ്ഞു കിടക്കും. മോളെ, വന്ന ഉടനെ നീ പരാതി കെട്ടഴിക്കണ്ട. എല്ലാറ്റിനും ഒരു സാവകാശം വേണ്ടേ? ഫാനിന്റെ കാര്യം ഞാൻ ശരിയായി കൊടുക്കാം. വാ മോള് വാ. വന്ന് കേറിയില്ല. അതിനു മുമ്പ് ഏറ്റവും നല്ല മുറി നോക്കി ആന്റി അഞ്ജിതയും കൈയേറി കഴിഞ്ഞു. ആകെ പാടെ 3 മുറികളാ ഉള്ളത്. ഒരു മുറി മഞ്ജു ചേച്ചിക്ക് അനീഷേട്ടനും കൊടുക്കണ്ടേ? പിന്നെ ഉള്ളത് ഒരു മുറിയാ. അതാണെങ്കിൽ അറ്റാച്ച്ഡും അല്ല. മുത്തശ്ശന് പോലും ഒരു മുറി കൊടുക്കാനില്ല. മോളെ, നീ എന്താ ഈ പറയുന്നത്? സാഹചര്യം കൂടി നോക്കണ്ടേ? ഇതന്നെ വലിയൊരു വീടല്ലേ? നമ്മുടെ ഭാഗ്യമല്ലേ ഗോപു? എന്റെ കാര്യം നോക്കണ്ട. ഇത്രയും വലിയൊരു ഹാളുള്ളപ്പോ എന്തിനാ എനിക്ക് പ്രത്യേകിച്ചൊരു മുറി? ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. പഴയ വീട്ടിലും എന്റെ കിടപ്പക്കനായിരുന്നല്ലോ. ഞങ്ങൾ വാ, വീടൊക്കെ നോക്കാം. വാ ചേച്ചി, വാ. മുത്തശ്ശ, ഒരു മുറി കൂടെ ഉണ്ട്. പക്ഷെ അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക.
അത് വീടിന്റെ ഓണർ അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് പൂട്ടിയിരിക്കുക. ഞാനത് ചോദിച്ചു നോക്കാം. ഇത്രയും മെമ്പേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. മാഡത്തിന് അറിയില്ലായിരുന്നാ തോന്നുന്നത്. ആ, ഈ സൗകര്യങ്ങളൊക്കെ ധാരാളം. ഇനി വാടകയുടെ കാര്യം അറിയാതെ എനിക്കൊരു സമാധാനമില്ല. അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. പഴയ ഹെഡ് മാസ്റ്റർ താമസിച്ചിരുന്ന വീടാ. അദ്ദേഹം പുറനാട്ടുകാരനായിരുന്നു. അല്ല, ഇത്രയും പെണ്ണുകളുണ്ടായിരുന്നിട്ട് ആരും അടുക്കള കണ്ടില്ലല്ലോ. പാലുകാച്ചി വേണ്ട ഗൃഹപ്രവേശം നടത്താൻ. അടുക്കളയും ജോലികളും ഒക്കെ ഇവിടെ തന്നെ. പാവോ എന്റെ ദേവിമോൾ, എല്ലാം സ്വയം എടുത്ത് തലയിൽ വെച്ചിരിക്കില്ലേ. വാ ദേവികെ, നമുക്ക് പാല് കാച്ചാം. 10:30 വരെ രാഹുലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ പറ്റിയ സമയം. വാ വാ മുത്തശ്ശ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. നവ വാ. ആന്റി അഞ്ജിത എവിടെ? അവര് മുറിയൊരുക്കുന്ന തിരക്കില.